നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷാലയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം 2026 വിഷുഫലമാണ്. വിഷുഫലം എന്ന് പറഞ്ഞാൽ ഒരു വിളവെടുപ്പ് ഉത്സവമാണ്, നമുക്കറിയാം അല്ലേ. സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നതാണ് വിഷു. കൈനീട്ടമൊക്കെ കിട്ടാറുണ്ട് എല്ലാവർക്കും അല്ലേ. അതുപോലെ നമുക്ക് വിഷു കണിയുണ്ട്. അപ്പോൾ അങ്ങനെ പല ആചാരങ്ങളാണ്. അപ്പോൾ അത് തന്നെയല്ല, ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. സൂര്യൻ അതിൻ്റെ ഉച്ചരാശിയായ മേടൻ രാശിയിലേക്ക് കയറുന്ന ഒരു സമയം കൂടിയാണ് ഈ മേടസംക്രമം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ നക്ഷത്രക്കാർക്കും അവരുടെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ അനുഭവപ്പെടാറുണ്ട് ജീവിതത്തിൽ. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു മേടം മുതൽ അടുത്ത മേടം വരെയുള്ള സമയം എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഓൾറെഡി അശ്വതി നക്ഷത്രക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ അല്ലേ. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള വളരെയധികം പ്രതിസന്ധികൾ ഒക്കെ തന്നെ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. പല മേഖലകളിലും തടസ്സങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ചില പ്രയാസങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. മനോദുഃഖങ്ങൾ, അധികമായിട്ടുള്ള ടെൻഷനുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഈ ഒരു അശ്വതി നക്ഷത്രക്കാർ പകുതിക്കുള്ള ആൾക്കാരും കടന്നു പോകുന്നത്. പകുതിക്കുള്ള ആൾക്കാരെന്ന് പറയാനൊരു പ്രധാന കാരണം കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അശ്വതി നക്ഷത്രക്കാർക്ക് ഒരേപോലെ സമയം മോശമാണെന്നും പറയാൻ പറ്റത്തില്ല. അവരുടെ ജാതകത്തെ കൂടെ ബേസ് ചെയ്താണ് മൊത്തത്തിൽ അതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവിൽ പറയുകയാണെങ്കിൽ അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴര ശനി കാലമാണ്. ഏഴര ശനി എന്ന് പറഞ്ഞാൽ മീനൻ രാശിയിലാണ് ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത്. അപ്പം മേടൻ രാശിയിൽപ്പെട്ടവർക്ക് 12-ലാണ്. 12-ലെ ശനിയും പിന്നെ അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും കുറച്ച് മോശകരമാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസങ്ങളിൽ തന്നെ ഇവർ കടന്നു പോകുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ജൂൺ മാസത്തിന് ശേഷം പലവിധ മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിലുണ്ടാവും. കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഒരു വേഗതയുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോഴും പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനിറങ്ങിയാലും തടസ്സങ്ങളാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ വ്യാഴം മാറുമ്പോൾ ഈശ്വരാധീനം പൊതുവിലൊന്ന് വർദ്ധിക്കും. അപ്പോൾ അത് മുഖേന നമുക്ക് ഈ കഷ്ടതകളൊക്കെ ഒന്ന് ഒഴിഞ്ഞു കിട്ടും. കഷ്ടതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ ചെന്നാലും 10 പൈസ പോലും നമുക്ക് കിട്ടാത്തൊരവസ്ഥയുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ എന്നും ടെൻഷനിലൂടെ അധികമായിട്ടുള്ള പ്രയത്നങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. എത്ര ശ്രമിച്ചിട്ടും നമ്മൾ എങ്ങും എത്താത്തതായിട്ടൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ജീവിത ചെലവുകൾ അധികമായിട്ടുള്ളവർക്ക് ആ ചിലവൊക്കെ ഒന്ന് കുറഞ്ഞ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ജൂൺ മാസത്തിന് ശേഷം വളരെ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ശനി സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളോട് തന്നെ ഈ ഒരു വർഷക്കാലം കടന്നു പോകും. എങ്കിലും ആ ഒരു വ്യാഴത്തിൻ്റെ മാറ്റം, വ്യാഴം സർവേശ്വരകാരനായതുകൊണ്ട് തന്നെ അവർക്ക് തടസ്സങ്ങൾ നീങ്ങും, പലവിധ തടസ്സങ്ങളും നീങ്ങും. ജീവിതത്തിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലികളൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അധികമായിട്ടുള്ള ജോലി ഭാരങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും. ചെറിയ ചെറിയ സാമ്പത്തിക നേട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനുള്ള ഇടം കൂടുതലാണ്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളൊക്കെ പോകാൻ ശ്രമിക്കുന്ന പല ആൾക്കാർക്കും തടസ്സങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒന്ന് മാറും. വിദേശത്ത് പോകാനൊക്കെയുള്ള നല്ല അവസരങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരും. പഠന മേഖലയിൽ തന്നെ വളരെയധികം പുരോഗതിയിൽ എത്തിച്ചേരാനുള്ള അവസ്ഥ ഈ നക്ഷത്രക്കാർക്ക്, അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ രോഗസംബന്ധമായിട്ടുള്ള കഷ്ടതകളിലൂടെയൊക്കെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് രോഗശാന്തി പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം പൊതുവിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലങ്ങളിൽ നിന്ന് ജൂൺ മാസത്തിന് ശേഷം ഇവർക്ക് വളരെയധികം വ്യത്യാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം പ്രാർത്ഥനയോടും കരുതലോടുകൂടും പോകേണ്ടതാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വ്യാഴപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ, ഈശ്വരാധീനം, പ്രാർത്ഥന, ജപം മുതലായ കാര്യങ്ങൾ, ഇപ്പോൾ എല്ലാ മതസ്ഥരും അവരുടെ ഈശ്വരനെ അല്ലെങ്കിൽ അവർ ആരാധിക്കുന്ന ആരെയാണോ അവരെ നമ്മൾ നന്നായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്കാരങ്ങളൊക്കെ ആണെങ്കിൽ മുടങ്ങാതെ നിസ്കരിക്കുക. പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ ഞായറാഴ്ച മുടങ്ങാതെ പള്ളിയിൽ പോയി കുർബാന കൊള്ളുക. ക്ഷേത്ര ദർശനം നടത്തുന്നവരാണെങ്കിൽ അങ്ങനെ അവർ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ അവർ ക്ഷേത്ര ദർശനം നടത്തുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ മെച്ചപ്പെടുത്താൻ ഏറ്റവും ബെറ്ററായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം നമുക്ക് ജൂൺ മാസത്തിന് ശേഷം പ്രതീക്ഷിക്കാവുന്നതാണ്. പലവിധ ചെറിയ ചെറിയ ഭാഗ്യങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ പൊതുവിൽ പറയാവുന്ന കാര്യങ്ങൾ. അതായത് നമ്മൾ വർഷഫലമൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാം അറിയാമായിരിക്കും. എങ്കിലും ഈ ഒരു വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക്
കുറച്ച് തടസ്സങ്ങളും എന്നാൽ അതിൽ കൂടുതൽ ലാഭങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഷുവാണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. അപ്പോൾ അത് തന്നെ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ലൊരു ഭാവിക്ക് വേണ്ടി ശ്രമിക്കുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.